ശബരിമല ഇടത്താവളങ്ങളിൽ സൗകര്യം വർദ്ധിപ്പിക്കുമെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ. തീർത്ഥാടകർക്കായി നിലയ്ക്കലിൽ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ബഹുനില മന്ദിരം നിർമ്മിച്ചതായും ദേവസ്വം വകുപ്പ് മന്ത്രി പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പമ്പ മണപ്പുറത്ത് സംഘടിപ്പിച്ച പമ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. എരുമേലി, ചെങ്ങന്നൂർ, കഴക്കൂട്ടം, ആറ്റിങ്ങൽ എന്നിവിടങ്ങളിലും കെട്ടിടങ്ങളുടെ നിർമ്മാണം സമീപഭാവിയിൽ പൂർത്തിയാകും. ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട 1000-ലധികം കോടിയുടെ മാസ്റ്റർ പ്ലാനിന് ക്യാബിനറ്റ് അംഗീകാരം ലഭിച്ചു. ഇതിൽ 778 കോടി ശബരിമല വികസനത്തിനും 255 കോടി പമ്പയുടെ വികസനത്തിനുമാണ് ഉപയോഗിക്കുന്നത്. പദ്ധതിയുടെ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി 3 ഘട്ടങ്ങളിലായി യാഥാർത്ഥ്യമാക്കും. ശബരിമല റോപ്വേയും ഉടൻ യാഥാർത്ഥ്യമാകും. പരാതിരഹിത മണ്ഡല മഹോത്സവ കാലമാണ് പൂർത്തിയായത്. സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും ഏകോപിത പ്രവർത്തനത്തിന്റെ ഫലമായാണ് തീർത്ഥാടനം സുഗമമായത്. മകരവിളക്കിനും സൗകര്യങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ശബരിമലയിലെ പ്രവർത്തനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് സുതാര്യത ഉറപ്പാക്കി. വരും വർഷങ്ങളിലും പമ്പ സംഗമം കൂടുതൽ വിപുലമായി നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തെറ്റായ പ്രവണതകൾക്ക് വിരാമമിട്ട് എല്ലാ സമ്പ്രദായമായിരിക്കുന്നു. വിശ്വാസികൾക്കും ശബരിമലയിൽ ദർശനമുണ്ട്. ഇരുമുടിക്കെട്ടുമായി വരുന്ന ഒരു ഭക്തന് ഒരു അർത്ഥത്തിലും ദർശനം നിഷേധിക്കാറില്ല. അവരുടെ ജാതി ചോദിക്കുന്നില്ല, അവരുടെ മതം ചോദിക്കുന്നില്ല, അവരുടെ ജനിച്ച നാട് ചോദിക്കുന്നില്ല, കരം ചോദിക്കുന്നില്ല, അവരുടെ ഭാഷ ചോദിക്കുന്നില്ല, അവരുടെ ലിംഗം ചോദിക്കുന്നില്ല. ഈ രൂപത്തിലേക്ക് വരുന്ന എല്ലാ രംഗത്തെയും ഉയർന്ന രൂപത്തിലുള്ള വ്യത്യസ്തമായ ശബരിമലയെ ആചാരാനുഷ്ഠാനം അനുസരിച്ച് വരുന്നവർക്കൊക്കെ പ്രവേശനമുണ്ടാകും. ആചാരാനുഷ്ഠാനത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള പ്രത്യേകമായ അവസ്ഥ നമുക്കറിയാം. ആ ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് എല്ലാ സംവിധാനവും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ ആത്മീയ സങ്കേതമായി ശബരിമല നിൽക്കുമ്പോൾ ആ ശബരിമലയുടെ ദർശനവും അവിടുത്തെ തീർത്ഥാടനവും എല്ലാം സാംസ്കാരിക രംഗത്ത് ഒരു വലിയ ഉണർവേകുന്ന രൂപത്തിലേക്ക് തന്നെയാണ് വരിക. പത്മശ്രീ ജയറാം വിശിഷ്ടാതിഥിയായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് അധ്യക്ഷനായിരുന്നു. MLA-മാരായ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണനും അഡ്വക്കേറ്റ് KU ജനീഷ് കുമാറും മുഖ്യ അതിഥികളായി പങ്കെടുത്തു. നമസ്കാരം. ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ശബരിമല ദർശനം എന്ന് പറയുന്നത് അതൊരു സംസ്കാരമാണ്. തലമുറകൾ താണ്ടി വരുന്ന ഒരു സംസ്കാരമാണ്. എൻ്റെ മുത്തശ്ശിക്കഥ പോലെ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ കുട്ടിക്കാലത്ത് പറഞ്ഞു തന്നിട്ടുള്ള കഥകൾ കേട്ടാണ് ഞാൻ ശബരിമലയെക്കുറിച്ച് അറിഞ്ഞു വളരുന്നത്. അങ്ങനെ ഏകദേശം ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെയാണ് ആദ്യ ശബരിമല യാത്രയുണ്ടായത്. അന്ന് എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചതല്ല ഈ പമ്പയിലെ ഈ മണൽപ്പരപ്പിലൂടെ നടക്കുമ്പോൾ പിൽക്കാലത്തൊരു 50 വർഷത്തിന് ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ 75 വയസ്സ് ആഘോഷിക്കുന്ന സമയത്ത് അവിടെ ഒരു മുഖ്യാതിഥിയായ ഒരു വേദിയിൽ ഇരിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ്. അതെനിക്ക് സാധ്യമാക്കി തന്ന അയ്യപ്പനും, പിന്നെ അത് എന്നിലേക്ക് എത്തിച്ചു തന്ന എൻ്റെ അപ്പുറത്തും നിൽക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ശക്തിയും, പ്രശാന്ത് സാർ തൊട്ട് ബാക്കി എല്ലാവരും, ദേവസ്വം ബോർഡ് മെമ്പേഴ്സ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള C. ശശികുമാർ, എല്ലാവരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല.